പത്തനംതിട്ട കോട്ടാലി CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി. CC സജിമോനെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പുറത്താക്കിയത്. CPM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി DNA പരിശോധന അട്ടിമറിച്ചു തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് സജിമോൻ. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പത്തനംതിട്ട കോട്ടാലി CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കിയിരിക്കുകയാണ്. CC സജിമോനെതിരെയാണ് നടപടി. വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവത്തിലാണ് പുറത്താക്കൽ നടപടി ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. മിഥുൻ മുരളി ലൈനിലുണ്ട് എന്ന് കരുതുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. രജനി, പാർട്ടി പ്രാദേശിക നേതാവിനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് CPM എടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ നേരത്തെ സസ്പെൻഡ് ചെയ്ത് അടക്കമുള്ള നടപടികളിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് വീണ്ടും ആ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് നിരവധി പരാതികൾ എത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുറത്താക്കൽ നടപടികളിലേക്ക് നടപടിയിലേക്ക് കടക്കാൻ CPM പ്രേരിപ്പിച്ചിരിക്കുന്നത്. CPM കോടാലി ബ്രാഞ്ച് സെക്രട്ടറിയായ CC സജിമോനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും DNA പരിശോധന അട്ടിമറിക്കാൻ ശ്രമിച്ചതുമായ കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നു. 2018 കേസിന് പിന്നാലെ ഇയാളെ അന്വേഷണ വിധേയമായിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് തുടർന്ന് പാർട്ടിയിൽ തിരിച്ചെടുത്ത് കൂടുതൽ ചുമതലകൾ നൽകുകയായിരുന്നു. 2018 ഇങ്ങനൊരു കേസ് നടന്ന് ആ സംഭവത്തെ തുടർന്ന് സസ്പെൻഷനിലായെങ്കിലും പിന്നീടും ഇയാളെ വീണ്ടും പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ട് കൂടുതൽ ചുമതലകൾ നൽകി പാർട്ടിയിൽ സജീവമായി പ്രവർത്തിപ്പിക്കുകയായിരുന്നു. ഇതിനിടെ വീട്ടമ്മയുടെ നഗ്നേത്രം എടുത്ത് പ്രചരിപ്പിച്ചു എന്ന പരാതിയും ഉയർന്നു. ഗുരുതരമായിട്ടുള്ള മറ്റ് നിരവധി പരാതികളും നേതൃത്വത്തിന് കിട്ടിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ നടപടിയെടുത്തിരിക്കുന്നത്. CAT ഓട്ടോ തൊഴിലാളി യൂണിയൻ തിരുവല്ല ഏരിയ വൈസ് പ്രസിഡന്റുമാണ് സജിമാൻ. നിരവധി പരാതികൾ തുടർച്ചയായി ഇയാൾക്കെതിരെ ലഭിച്ച സാഹചര്യത്തിലാണ് ഈ നടപടികളിലേക്ക് കടക്കാൻ പാർട്ടി നേതൃത്വത്തിന് പ്രേരണ ഉണ്ടായത്. 2018 ഇയാൾക്കെതിരെ നേരത്തെ ഈ വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി DNA പരിശോധന അട്ടിമറിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കേസുകളിൽ പ്രതിയായതിനു ശേഷമാണ് 2018 ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും പാർട്ടിയിൽ തിരിച്ചെടുത്ത് സജീവ പ്രവർത്തകരാക്കി മാറ്റുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നടപടിയിലേക്ക് കടക്കാൻ പാർട്ടി നേതൃത്വത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. രജനി, ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.